ഹായ് ഫ്രണ്ട്സ്, ഈശോയുടെ കൂട്ടുകാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവ്യകാരുണ്യത്തിൽ ദൈവം എഴുന്നള്ളിയിരിക്കുന്നു എന്ന പരമമായ സത്യം നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മളിൽ ചിലപ്പോഴെല്ലാം അവിശ്വാസത്തിൻ്റെ ഘടകങ്ങൾ കാണാം. ദിവ്യകാരുണ്യത്തിൽ ദൈവം എഴുന്നള്ളിയിരിക്കുന്നു എന്നതിന് പലപ്പോഴും ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്ത് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ AD 595 ഒരു ദിവ്യകാരുണ്യ അത്ഭുതം നടന്നു. AD 787 ഡീക്കൻ പോൾ എഴുതിയ മഹാനായ ഗ്രിഗറി പാപ്പയുടെ ജീവചരിത്രത്തിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. AD 595 ഒരു ഞായറാഴ്ച ഗ്രിഗറി പാപ്പ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ ദിവ്യബലി അർപ്പിക്കുകയായിരുന്നു. ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് പാപ്പ വിശ്വാസികൾക്ക് ദിവ്യകാരുണ്യം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ നിരയായി നിന്നിരുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ ചിരിച്ചു. അക്കാലത്ത് ദിവ്യബലിക്ക് ഉപയോഗിക്കുന്ന ഓസ്തി തയ്യാറാക്കിയിരുന്നത് ഇടവകയിലെ ഏതാനും സ്ത്രീകളാണ്. അങ്ങനെ ഓസ്തി തയ്യാറാക്കിയിരുന്ന സ്ത്രീകളിൽ ഒരാളാണ് ഉച്ചത്തിൽ ചിരിച്ചത്. ദേവാലയത്തിൽ എല്ലാവരും ആ സ്ത്രീ ചിരിക്കുന്നത് കാണുകയും കേൾക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ പാപ്പയ്ക്ക് വലിയ വിഷമമുണ്ടായി. പാപ്പ ആ സ്ത്രീയെ മാറ്റി നിർത്തി ചിരിച്ചതിൻ്റെ കാരണം തിരക്കി. സ്വയം ന്യായീകരിച്ചുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു, കഴിഞ്ഞ ദിവസം എൻ്റെ കൈകൊണ്ട് ഞാനുണ്ടാക്കിയ ഓസ്തി അങ്ങ് കൂദാശവചനങ്ങൾ ഉച്ചരിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമായി മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതേ തുടർന്ന് ഗ്രിഗറി പാപ്പ ആ സ്ത്രീക്ക് ദിവ്യകാരുണ്യം നൽകാൻ വിസമ്മതിക്കുകയും തിരുവോസ്തിയിൽ ക്രിസ്തു സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന വിശ്വാസ വെളിച്ചം അവൾക്ക് നൽകണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥന കഴിഞ്ഞയുടൻ പാപ്പായുടെ കയ്യിലിരുന്ന സിബോറിയത്തിലെ 2 തിരുവോസ്തികൾ മാംസം ധരിച്ചു. ഇത് കണ്ട് ആ സ്ത്രീ വാവിട്ട് നിലവിളിച്ചു. ഞാൻ വിശ്വസിക്കുന്നു എന്ന് അലറി വിളിച്ചുകൊണ്ടിരുന്നു. അവൾ പശ്ചാത്തല വിവശയായി. കുറെ കഴിഞ്ഞപ്പോൾ മാംസം ധരിച്ച തിരുവോസ്തികൾ സാധാരണ തിരുവോസ്തികളായി മാറി. ആ തിരുവോസ്തികൾ ഇന്നും ജർമ്മനിയിലെ ആൻഡെക്സ് ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ആരാധിക്കപ്പെടുന്നു. 11-ാം നൂറ്റാണ്ടിൽ ലിയോ 9 പാപ്പയുടെ കാലത്ത് നടന്ന ദിവ്യകാരുണ്യ അത്ഭുത തിരുവോസ്തിയും ഈ തിരുവോസ്തികളോടൊപ്പം ഇപ്പോൾ ഇവിടെ ആരാധിക്കപ്പെടുന്നു. എല്ലാ വർഷവും ഈ 3 തിരുവോസ്തികളുടെയും തിരുനാളുകളും പരസ്യ പ്രദക്ഷിണവും നടത്തി വരുന്നു.